വിദേശയാത്ര ന്യായീകരിക്കാം. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് സ്വകാര്യ വ്യക്തിയായി കൂടാന്നില്ലല്ലോ. അദ്ദേഹത്തിന് കുടുംബയാത്രയാണെന്ന് പറയുന്നു. വിദേശകാര്യ മന്ത്രാലയം ചോദിക്കുന്നുണ്ട്, ഒഫീഷ്യലാണോ ചോദിക്കുന്നു. അല്ല എന്ന്, കുടുംബയാത്രയാണ്, സ്വകാര്യ സന്ദർശനമാണെന്ന് കൃത്യമായി അറിയിച്ച ശേഷമാണ് ഈ യാത്ര. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് പോകാം. നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിയോടും അനുമതി തേടിയിട്ടായിരിക്കണം അദ്ദേഹം പോകുന്നത്. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ സഖാക്കൾ അങ്ങനെ പോകാമോ എന്നൊക്കെയുള്ള ചോദ്യവും ആ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുമായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. കാലം മാറിയ സ്ഥിതിക്ക് നേതാക്കളൊക്കെ അങ്ങനെ പോകാറുണ്ട്. ചികിത്സയ്ക്കായിട്ടും വിദേശ രാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ പോകാറുമുണ്ട്. അപ്പോൾ അദ്ദേഹം പോകുന്നു. അദ്ദേഹം പോകുമ്പോൾ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ചു എന്നിടത്ത് മാത്രമേ ഒരു വിഷയമായിട്ട് തോന്നുള്ളൂ. അങ്ങനെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് മന്ത്രിസഭാ യോഗം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓൺലൈനായി ചേരുമെന്നൊക്കെയാണ് അറിയിച്ചിരുന്നത്. പക്ഷേ മന്ത്രിസഭാ യോഗം നാളത്തെ മാറ്റിവെച്ചിരിക്കുന്നു. നാളത്തെ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പകരം ഒരാളെ ചുമതല ഏൽപ്പിച്ചൂടെ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം അദ്ദേഹത്തിന് പോകാമോ എന്ന് ചോദിച്ചാൽ പോകാം എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. പക്ഷേ ഈ വിഷയത്തിൽ ആദ്യം ഒരു വിവാദം ഉണ്ടാക്കിയത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് എന്നതാണ് അതിലെ കൗതുകം. അദ്ദേഹം 3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. മുഖ്യമന്ത്രി 16 ദിവസത്തെ യാത്ര നടത്തുമ്പോൾ അതിൻ്റെ ചെലവ് എന്താണ്? എവിടെ നിന്നാണ് ആ ചെലവ്? സ്പോൺസർ ഉണ്ടോ? അങ്ങനെ സ്പോൺസർ ഉണ്ടെങ്കിൽ ആ സ്പോൺസറുടെ വരുമാനം എന്താണെന്ന് ചോദിക്കുന്നു. മുഖ്യമന്ത്രി ആർക്കെങ്കിലും ചുമതല ഏൽപ്പിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുന്നു. ഈ സ്പോൺസർ ഉണ്ടോ എന്ന ചോദ്യം അദ്ദേഹം അങ്ങ് തുടങ്ങി വെക്കുന്നു. അത് ഏറ്റെടുക്കുകയാണ് പ്രതിപക്ഷം. ഇന്ന് സുധാകരൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പതിവ് പോലെ നിയന്ത്രണം വിട്ടിട്ടുണ്ട്. ആലയിൽ നിന്ന് ഇറങ്ങി വരുന്ന പശുക്കളെ പോലെയാണോ അദ്ദേഹം പോകുന്നതെന്ന് ചോദിക്കുന്നു. അവിടെ നിന്നും കടന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ബൈറ്റിൽ നിന്നും ആ ഭാഗമില്ല. അദ്ദേഹം ചോദിക്കുന്നത്, എന്തിനാണ് എല്ലാ തവണയും ഈ കുടുംബവുമായിട്ടുള്ള യാത്ര നടത്തുന്നത്? അത്ര നിർബന്ധമാണെങ്കിൽ നായ്ക്കളെ കൊണ്ടുകൂടെ എന്നതും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചോദ്യം നമ്മൾ ഉടനെ കൊടുത്തിട്ടില്ല. ഇല്ല, അത് ആ ഭാഗം കണ്ടിട്ടില്ല. അങ്ങനെ ആ സമയത്ത് ലൈവ് പോയതാ. ആണോ? അങ്ങനെയുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതൊരു ശരിയായ രീതിയാണോ? അദ്ദേഹം നാളെ സ്ഥാനത്തേക്ക് ഇരിക്കാൻ പോവുകയാണ്. പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും എത്താൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നു. അപ്പോൾ അതൊരു ശരിയായ രീതിയാണോ എന്ന ചോദ്യം. പിന്നെ വരുന്ന ചോദ്യം ഇതാണ്, ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നുള്ള പറയുമ്പോൾ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും പൊളിറ്റ് ബ്യൂറോ അംഗം വിദേശയാത്ര പോവുകയാണോ വേണ്ടത്? ഇനിയും ഘട്ടങ്ങൾ കടക്കുകയാണല്ലോ. അവിടുത്തെ പ്രചാരണത്തിൽ അദ്ദേഹം പോകേണ്ടതല്ലേ എന്ന്. അങ്ങനെ പ്രചാരണത്തിൽ പോകുകയാണെങ്കിൽ അദ്ദേഹം പോകേണ്ടത് എവിടേക്കാണ്? ഒന്ന് തമിഴ്നാട്ടിൽ, ഒന്ന് പശ്ചിമ ബംഗാളിൽ. ഇവിടെ ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസംഗിക്കുകയും ആ പ്രതികരണം ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാകുകയും ചെയ്ത സ്ഥിതിക്ക് പിണറായി വിജയൻ അവിടെ പോയാൽ വിപരീത ഫലം കഴിയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പോകുന്നത് എന്തായാലും വിപരീത ഫലമാണ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ വിപരീത ഫലം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം നിൽക്കേണ്ടതില്ലല്ലോ. അങ്ങനെ പോകേണ്ടതാണോ എന്നുള്ളതാണ് വിമർശകർ ചോദിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അത് ബുദ്ധിമുട്ടാകും, പാർട്ടിക്കും ബുദ്ധിമുട്ടാകും, ഇന്ത്യ മുന്നണിക്ക് അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ അത് അദ്ദേഹം ഒഴിവാക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ 16 ദിവസത്തിന് അദ്ദേഹം പോകുന്നു. ഈ 16 ദിവസത്തെ പോക്ക് ഒന്നുകിൽ ജനങ്ങളോടൊന്ന് വിശദീകരിക്കാമായിരുന്നു. ഞാൻ ഒരു സ്വകാര്യ യാത്രയ്ക്ക് പോവുകയാണെന്ന് ജനങ്ങളെ അറിയിക്കുന്ന രീതിയിലൊരു പ്രതികരണം ഉണ്ടാകാമായിരുന്നു. അതിലൊരു ഒരു സംശയം ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു രഹസ്യ സ്വഭാവം എന്തിനാണെന്നൊരു സംശയം ഉണ്ടാകുന്നത്. അതിനേക്കാൾ ഏറ്റവും കൗതുകരമായ കാര്യം നീപ്പി പറഞ്ഞതാണ്. ഈ സ്പോൺസർഷിപ്പ് വിവാദം തുടങ്ങി വെച്ചത് വി മുരളീധരനാണെങ്കിലും സ്പോൺസർഷിപ്പ് ആയാൽ എന്താ, അതിപ്പോൾ നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ട്. കാരണം സ്പോൺസർഷിപ്പിലാണ് മുഖ്യമന്ത്രി പോകുന്നതെങ്കിൽ അത് ജനം അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുണ്ട് എന്നൊരു സാധനം അദ്ദേഹം എടുത്തിട്ടത് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ നിഷ്കളങ്ക ഭാവത്തോടു കൂടിയാണോ അതോ കുഴപ്പത്തിലാക്കാനാണോ എന്നാണ് പുതിയ സാഹചര്യത്തിൽ എൻ്റെ ചോദ്യം. Meet the editors.